സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങൾ. രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായി രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നു. ജനങ്ങളുടെ പരാതികളിലേക്ക് ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ ആകർഷിക്കുകയും പരിഹാര നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനും കൂടിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ സാമൂഹിക മത പ്രസ്ഥാനത്തിൻ്റെ പ്രവാചകനായി രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ആദ്യത്തെ സംഘടന ആത്മീയ സഭയായിരുന്നു. അത് ഒടുവിൽ ബ്രഹ്മസമാജമായി മാറി. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യകാല നാമം ബ്രഹ്മസഭ എന്നായിരുന്നു. 1825 അദ്ദേഹം കൽക്കട്ടയിൽ വേദാന്ത കോളേജ് ആരംഭിച്ചു. ഗിഫ്റ്റ് ടു മോനോത്തിസം, പേഴ്സ്പെക്റ്റ് ഓഫ് ജീസസ്, സമ്പദ് കൗമുദി മുതലായവ രചിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. തുഹ്ഫത്ത് അൽ മുവാഹിദീൻ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും വിഗ്രഹാരാധനയെയും ബഹുദൈവാരാധനയെയും വിമർശിക്കുകയും ചെയ്തു. മുഗൾ ചക്രവർത്തി അക്ബർ ഷാ രണ്ടാമൻ രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകി. രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജം പല വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ആദി ബ്രഹ്മസമാജവും കേശവചന്ദ്ര സെന്നിൻ്റെ കീഴിലുള്ള ഭാരതീയ ബ്രഹ്മസമാജവും. കേശവചന്ദ്ര സെന്നുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ശിവനാഥ ശാസ്ത്രിയും ആനന്ദമോഹൻ ബോസും ചേർന്ന് സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചു. കേശവചന്ദ്ര സെന്നിൻ്റെ കീഴിൽ ബ്രഹ്മസമാജം ബംഗാളിന് പുറത്തേക്കും എത്തി. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പരിഷ്കരിക്കാൻ ശ്രമിച്ച ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു കേശവചന്ദ്ര സെൻ.